സ്നേഹമുള്ളവരെ, എൻ്റെ പേര് പ്രിൻസ് തെക്കൻ. ഞാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ഭാരവാഹിയാണ്. ഓണം അടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഓണം വന്നു കഴിഞ്ഞു. നാം എല്ലാവരും പേപ്പറുകളിൽ ധാരാളം പരസ്യങ്ങൾ കാണുന്നു. ആ കടയിൽ ആ ഓഫറുണ്ട്, ഈ കടയിൽ ഈ ഓഫറുണ്ട്, 100 പവൻ സ്വർണം, ഫ്രിഡ്ജ്, TV, ഫ്ളാറ്റുകൾ, കാറുകൾ. നമ്മൾ നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയ്ക്ക് പരസ്യം നൽകിയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ഓഫറുകളാണ് ഈ കടക്കാരെല്ലാം നമുക്ക് നൽകുന്നത്. പക്ഷെ ഇതൊക്കെ സത്യമാണോ? നാം വഞ്ചിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ്. ഓഫറുകൾ കണ്ട് നമ്മൾ കടകളിലേക്ക് ഓടിച്ചെല്ലുന്നു, സാധനം വാങ്ങിക്കുന്നു, പിന്നെ നമ്മൾ അത് മറന്നു കളയുന്നു. നമ്മൾ ആരും വിളിച്ചു പറയുന്നില്ല നമുക്ക് സമ്മാനം കിട്ടിയെന്ന്. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. പക്ഷേ ഇത്രയും നമുക്ക് സമ്മാനങ്ങൾ ഓഫർ ചെയ്ത് ഈ കടക്കാരെല്ലാം പരസ്യം ചെയ്തതിന് ശേഷം ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് ഉൽപ്പന്നം വാങ്ങിച്ച ഉപഭോക്താവ് ഒന്ന് ശ്രദ്ധിക്കണം. നാം രൂപ കൊടുത്ത സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നാം ഉപഭോക്താവാണ്. ആ ഉപഭോക്താവിന് അത് എപ്പോൾ നറുക്കെടുത്തു, എങ്ങനെ നറുക്കെടുത്തു, ആർക്ക് സമ്മാനം കൊടുത്തു, ഇതെല്ലാം അറിയുവാനുള്ള അവകാശം നമുക്കുണ്ട്. അത് നമുക്ക് അറിയുവാൻ വേണ്ടി നാം ഈ ബില്ല്, ഉൽപ്പന്നം വാങ്ങിച്ചതിന് ഈ ബില്ല് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് കടക്കാരനെ ഫോണിൽ ബന്ധപ്പെടുക. എന്നാണ് നറുക്കെടുപ്പ്, എവിടെ വെച്ചാണ് നറുക്കെടുപ്പ്, ഈ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഇത് അയാൾ തന്നില്ലെങ്കിൽ, ആ കച്ചവടക്കാരൻ തന്നില്ലെങ്കിൽ, മിക്കതും 99% നിങ്ങൾക്കറിയാം ഈ പരസ്യങ്ങളിൽ പറയുന്നതൊന്നും അത്ര വിശ്വസിക്കാൻ നമുക്ക് സാധിക്കാറില്ല. കാരണം എന്തെല്ലാം ഓഫർ, 100 പവൻ, ഫ്ളാറ്റുകൾ, കാറുകൾ, എന്തൊക്കെയാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ഇവർ പരസ്യങ്ങൾ ചെയ്യുന്നത്. അതിന് പിന്നാലെ ഇതെല്ലാം കൊടുക്കുന്നുണ്ടോ, നമുക്ക് സംശയമുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബില്ല് വാങ്ങിച്ച് സൂക്ഷിക്കുക. ആ ബില്ല് പ്രകാരം വിളിച്ച് ചോദിച്ചിട്ട് ആ ഇൻഫോർമേഷൻ എന്താണ് നടത്തുന്നത്, അതിന്റെ തീയതി മറ്റു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മൾ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വിടുക. ഈ കടക്കാരന്റെ അഡ്രസ് രജിസ്റ്റേർഡ് ലെറ്റർ വിടുക, അതിന്റെ കോപ്പി എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് അയാൾ വിവരം നൽകുന്നില്ലെങ്കിൽ നമുക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിച്ചാൽ നമുക്ക് അതിന് നഷ്ടപരിഹാരം കിട്ടും. കൂടാതെ നറുക്കെടുപ്പ് കഴിഞ്ഞു എന്നറിഞ്ഞാൽ നമ്മൾ വീണ്ടും ബില്ലുള്ളത് കൊണ്ട് നമ്മൾ ഉപഭോക്താവാണ്. ഉപഭോക്താവ് എന്നതായിരിക്കും നമ്മൾ വീണ്ടും കച്ചവടക്കാരനോട് ആർക്കാണ് സമ്മാനം കിട്ടിയത്, ആ സമ്മാനം കിട്ടിയ വ്യക്തിയുടെ ബില്ല്, GST ബില്ല്, അതിന്റെ കോപ്പി, മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. വീണ്ടും കച്ചവടക്കാരത് തരാൻ തയ്യാറില്ലെങ്കിൽ 100 പവൻ ആർക്ക് കൊടുത്തു, എത്ര ഫ്ളാറ്റുകൾ എവിടെ കൊടുത്തു, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് തരാൻ തയ്യാറായില്ലെങ്കിൽ വീണ്ടും ഉപഭോക്തൃ കോടതിയെ സമീപിച്ചാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് നഷ്ടപരിഹാരം കിട്ടുന്നതാണ്. ഇത് നമ്മുടെ അവകാശമാണ്. ഉപഭോക്താവ് രാജാവാണെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ജനത ഭൂമിയുടെ ശാപമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി. സ്നേഹമുള്ള ഉപഭോക്താക്കളെ നമ്മൾ പ്രതികരിക്കണം. നമ്മളെ വഞ്ചിക്കാൻ ഈ കച്ചവടക്കാരെ, ഈ കമ്പനികളെ നമ്മൾ അനുവദിച്ചുകൂടാ. കാരണം നമുക്ക് ഓഫർ തന്ന ഓഫർ കണ്ട് നമ്മൾ അതിൽ ആകർഷിതരായി അവിടെ ചെന്ന് സാധനം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മളൊരു വിഡ്ഢികളാക്കി മാറ്റുന്ന ആ രീതി ഇനിയെങ്കിലും നമ്മൾ അതിന് അറുതി വരുത്തണം. ഇത് 21ാം നൂറ്റാണ്ടാണ്, നമുക്കും വിവരമുണ്ട്. ആ വിവരം നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് ബില്ല് വാങ്ങിച്ചാൽ എന്നാണ് നറുക്കെടുപ്പ്, ആ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ അവിടെ പോകാൻ നറുക്കെടുപ്പിൽ പങ്കെടുക്കുക. അല്ലെങ്കിൽ ആ നറുക്കെടുപ്പിൽ ആർക്ക് സമ്മാനം കിട്ടി അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു വാങ്ങാം. മിക്കപ്പോഴും കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവർ എവിടെയോ വെച്ച് നറുക്കെടുക്കുന്നു. പണ്ട് ഫിനാൻസ് കമ്പനികൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് നറുക്കെടുപ്പ് നടത്താറില്ലേ, അതുപോലെയാണ് പല കച്ചവട സ്ഥാപനങ്ങൾ നറുക്കെടുപ്പ് നടത്തുന്നത്. ഈ നറുക്കെടുപ്പ് പലപ്പോഴും അവരെ വേണ്ടപ്പെട്ടവർക്കാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് നറുക്ക് കിട്ടിയവർ അവൻ സാധനം തിരിച്ചു കൊടുക്കണം. പക്ഷെ അവന്റെ ഫോട്ടോയ്ക്കും പേപ്പറിൽ കൊടുക്കും. ഇതൊക്കെ ഒരു തരം ഉപഭോക്താവിന്റെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഉപഭോക്താക്കൾ ബോധവാന്മാരാവണം. നമ്മൾ ചിന്തിക്കണം. നമ്മൾ വഞ്ചിക്കപ്പെടാൻ നാം ഇടവരരുത്, നാം ഇട നൽകരുത്. സുരക്ഷിതത്വം നമ്മൾ തന്നെ നമുക്ക് ഒരുക്കണം. നമ്മുടെ അവകാശമാണ്. നമ്മൾക്ക് ഓഫർ ചെയ്ത, നമുക്ക് ഉൽപ്പന്നം പൈസ കൊടുത്ത് ഉൽപ്പന്നം വാങ്ങിക്കുന്ന പോലെ തന്നെ ആ ഉൽപ്പന്നത്തിന് വേണ്ടി പറഞ്ഞ ഓഫറുകളും നമുക്ക് കിട്ടിയിരിക്കണം. നിങ്ങൾ കേട്ട കാണും, അടുത്ത കാലത്ത് മലപ്പുറത്ത് ഉപഭോക്തൃ കോടതി ഒരു കച്ചവടക്കാരൻ മൊബൈൽ വാങ്ങിച്ചിട്ട് അയാൾക്ക് ഓഫർ ഉണ്ടായിരുന്നു, ഓഫർ കൊടുത്തില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് അയാൾക്ക് ഓഫർ കൊടുത്തില്ല. പക്ഷെ അതെല്ലാം വഞ്ചനയാണ്, ഉപഭോക്താവിനെ വഞ്ചിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് അതിനെല്ലാം തടയിടണം. വിവരമുള്ള ഉപഭോക്താവ് ഇനിയെങ്കിലും പ്രതികരിച്ച് മതിയാവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉപഭോക്താവ് രാജാവാണ്. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ജനത ഭൂമിയുടെ ശാപമാണ്. നിങ്ങൾ ഇനിയെങ്കിലും ഈ ഓണക്കാലത്തെങ്കിലും നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. ഉപഭോക്താവ് ഉണർന്ന് പ്രതികരിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.